ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും നല്ലൊരു പ്രഭാതം കാണുവാൻ അനുവാദം തന്ന ദൈവത്തിന് ഒരായിരം നന്ദി. ഇന്ന് പകലിൽ നമുക്ക് ദൈവസന്നിധിയിൽ അറിയിക്കാം. പുതിയൊരു ദിവസം, പുതിയ നന്മകൾ, പുതിയ അനുഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ പലപ്പോഴും കാര്യസാധ്യത്തിനോ അതോ നിലനിൽപ്പിനോ വേണ്ടി പല വ്യാജങ്ങളും ചമച്ചുവിടാറുണ്ട്. ഒരുപക്ഷെ എന്തോ ഒരു പ്രത്യേക സന്തോഷമോ ഒരു സുഖമോ അതിൽ നിന്നും ലഭിക്കുന്നു എന്നല്ലാതെ അതിൽ വാസ്തവമുണ്ടോ കഴമ്പുണ്ടോ ഒന്നും ചിന്തിക്കാതെയാണ് പലതും നമ്മൾ പഠിച്ചുവിടുന്നത്. അങ്ങനെ നാം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക വ്യക്തിയെയോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഈ ചെയ്ത പ്രവൃത്തി കൊണ്ട് ആ വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ അവമതിപ്പ് എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ദൈവവചനം നമ്മളെ ഉപദേശിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, ഹൃദയപൂർവം സത്യം സംസാരിക്കുക. തീത്തോസിന് ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 10-ാം വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുക. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, പിശാച് ബോഷ്ക് പറയുന്നവനും ബോഷ്കിൻ്റെ അപ്പനുമാണെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ നിന്ന് ഒരിക്കലും ഭോഷ്ക് അല്ലെങ്കിൽ കള്ളം വരികയില്ല. 1 യോഹന്നാൻ 2-ാം അധ്യായം 21-ാം വാക്യത്തിൽ സ്പഷ്ടമായി പറയുന്നുണ്ട്, ക്രിസ്ത്യാനി എന്ന് പറയുന്ന അഭിമാനത്തോടെ ജീവിക്കുന്ന, ക്രിസ്തുവിനെ സേവിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നവരുടെ ജീവിതം സത്യത്താൽ നിയന്ത്രിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ യേശുവിനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തിയും സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തുവിനോളം വളരണം എന്ന എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യവും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വേദപുസ്തകത്തിലെ ഒരു സംഭവം ഞാൻ വിവരിക്കാം. പുതിയ നിയമസഭയിൽ 1-ാമത്തെ ന്യായവിധി എന്ന് പറയുന്നത് വ്യാജം കാണിച്ചതിനാണ്. തങ്ങളുടെ തന്നെ സ്വത്ത് സഭയുടെ പൊതുമുതലായി കൊടുക്കാമെന്ന് ദൈവം മുൻപാകെ തീരുമാനമെടുത്ത ശേഷം അതിന് വിപരീതമായി പ്രവർത്തിച്ച അനന്യ സഫീറ ദമ്പതികളെ ദൈവം മരണശിക്ഷയ്ക്കേൽപ്പിച്ചു. പിശാചിനോട് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസും അതിന് ഭർത്താവിനോട് ഒത്തുനിന്ന സഫീറയും ക്ഷണത്തിൽ വീണു മരിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മറ്റാരുടെയെങ്കിലും സ്വത്ത് മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ പരദൂഷണം പറയുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്തതുകൊണ്ടല്ല. അവരുടെ തന്നെ സ്വത്ത് സംബന്ധിച്ച് ദൈവം മുൻപാകെ എടുത്ത തീരുമാനത്തിൽ നിന്ന് ഭാഗികമായി വ്യതിചലിച്ചു എന്ന് മാത്രമുള്ളൊരു കുറ്റമാണ് അവർ ചെയ്തത്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ കുറെ ചിന്തിച്ചു വെക്കുന്നത്, ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കരുതിക്കൂട്ടിയിരിക്കുന്നതൊക്കെ ഇന്നു പകൽ ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടി വിടുകയാണ്. നമ്മുടെ ഹൃദയം സത്യം ചിന്തിക്കട്ടെ, സത്യം സംസാരിക്കട്ടെ. അതുകൊണ്ട് തന്നെ ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നു, ഹൃദയപൂർവം സത്യം സംസാരിക്കുക. ഏത് വിഷയത്തിലാണെങ്കിലും അതിനായിട്ട് ഈ ദിവസം നമുക്ക് ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് പകരാം. അനുഗ്രഹീതമായ ഒരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി ദൈവം സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.